നമ്മുടെ നാട്ടുകാരൻ തന്നെയായ മറ്റൊരു യൂട്യൂബ് ചാനൽ പ്രവർത്തകനായ നിജിൻ എന്ന ഈ രണ്ട് വ്യക്തികളെ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ പരിപാടി അറിയാം? എങ്ങനെയാറെ നമ്മളെ എടക്കണമ്പേത്ത് കുടുംബ സംഘമുണ്ട്. അതിന് പോകാൻ വേണ്ടി നമ്മളെ പുരുഷോത്തമ മാഷ് വിളിച്ചിന്. അപ്പം അങ്ങോട്ടേക്ക് പോകണം. എൻ്റെ സൗണ്ടെല്ലാം ആകെ പോയിച്ചുള്ളേ. തുള്ളലും കൂക്കലും വിളിയെല്ലാം ആയിട്ട് ഇതുവരെ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ തുള്ളിയില്ല. അതിൻ്റെ ക്ഷീണം പറയാൻ പറ്റില്ല, അത്ര നല്ല ക്ഷീണമുണ്ട്. തുള്ളിയെല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന് കരണ്ടി കഴിഞ്ഞ് കയറുമല്ലേനുള്ളേ, നനഞ്ഞ് കുളിച്ചിട്ട്. അപ്പോൾ അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അടുത്ത എന്തെല്ലാം നമുക്ക് കാണാലോ, അവരെല്ലാം പരിചയപ്പെടാം. നേരെ പോവാം. നേരെ നമ്മൾ എടക്കണമ്പേത്ത് അമ്പലത്തിൻ്റെ അടുക്ക് എത്തിയേട്ടാ. ഇതാണ് എടക്കണമ്പേത്ത് അമ്പലത്തിൻ്റെ മേലെ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ കേട്ടോ. ഞാൻ ആരോഗ്യപ്പെടുത്തുമെന്ന് പറഞ്ഞില്ല. ഒരു ടീച്ചർ കഴിഞ്ഞ മാസം മാസം 6 മണി രാത്രി 10 മണിക്കൂറിൽ ഒരാൾ കൂടി ആരാണെന്ന് കേട്ടാൽ എനിക്ക് പ്രശ്നം. ഞാൻ സംഭവിച്ചതാണ് പറയുന്നത്. ഇന്നത്തെ പേപ്പർ എടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് വായിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് നമുക്ക് തോന്നി ഒപ്പം പഠിച്ച 12ാം ക്ലാസ് വരെ വളരെ ഒപ്പം പഠിച്ച ദുബായിലുള്ള ഒരു ടാക്സിയാണ്. ശരീരം പിടിച്ചു. വേറെ പിടിക്കാതിരിക്കാൻ പറ്റില്ല. വേറെ അപകടമൊന്നുമില്ലായിരുന്നു. തൊഴിൽ ശരീരം പിടിച്ചു. അതോടുകൂടിയിട്ട് വ്യത്യസ്തമായിട്ട് നാളിൻ്റെ മുന്നിലാണ് ഇടയ്ക്കിടയ്ക്ക് തോന്നു വരിക. ആ വലിയ ബിസിനസ്സിലാവുകയും ബാക്കി മക്കളൊക്കെ 5 രൂപയായിട്ട് അടയ്ക്കുന്നത്. ഇതാണ് അണുകുടുംബം എന്ന് പറയാം. ഈ അണുകുടുംബമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് പുതിയ വിദ്യാഭ്യാസത്തിൻ്റെയും പുതിയ ചിന്താഗതിയുടെയും കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്ക് തിരിച്ചറിയാം. കാരണം നമ്മുടെ കുട്ടികൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തെറ്റായ മാർഗത്തിലേക്ക് വർദ്ധിപ്പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന ഉടനെ പ്രതികാര കുട്ടിയെ ജയിലിലേക്ക് കണ്ടത് ആ കുട്ടിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു മാർഗമായിട്ടാണ് ഭക്തി എന്ന്. ഞങ്ങൾക്ക് അതിനോട് ആസക്തിയല്ലാവും. ഭാഷ എന്ന് പറഞ്ഞ പ്രകാശം ഇരുട്ട് വരരുത്. ഇരുട്ട് വരാൻ വളരെ അനായാസമായിട്ട് ഒരുപാട് പ്രകാശം പറയുന്നത്. 7ാം കണക്ക് ഈ കുടുംബത്തിലെ അംഗങ്ങൾ എന്തൊക്കെ തിരക്കണ്ടെങ്കിലും മാറ്റി വെച്ച് അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുക. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി പ്രശ്നങ്ങളുണ്ടാവുക. ആ കുട്ടി വളർത്തിക്കൊണ്ടുവന്ന് മുന്നോട്ട് പോകും. അപ്പോൾ മാത്രമാണ് ആ കുടുംബത്തിലേക്ക് ഏകോസ്തിഷ്ടമാണ്. ഈ രൂപത്തിൽ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം. നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുകയാണ്. നിലവിളക്ക് കൊടുത്തുകൊണ്ടാണ് പരിപാടി തുടങ്ങുന്നത്. നിലവിളക്ക് കൊടുക്കുന്ന പറഞ്ഞവര് ഈ പുസ്തകം അല്ല
സുഗതം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. വക്രതുണ്ഡമഹാകായം സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുവേ സർവലോകാനാം ദിശജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ കടക്കമ്പേത്ത് ഭഗവതി അമ്മയുടെ തിരുസന്നിധിയിൽ നാം ഇന്ന് ഒത്തുചേരുകയാണ്. കുടുംബ സംഗമവുമായി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നൂറ്റാണ്ടുകളോളം ദേവീദേവന്മാരുടെ അനുഗ്രഹാശസ്സുകളും ഉള്ളൊരു പുണ്യഭൂമിയാണിത്. പക്ഷേ ഏതോ അജ്ഞാത കാരണത്താലോ മറ്റെന്തോ വർഷങ്ങളോളം ഈ സാന്നിധ്യം ജീർണാവസ്ഥയിലാവുകയും ഒന്നുമില്ലാതെ നിന്നെങ്കിൽ പോലും നമ്മുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ശ്രാദ്ധ പരിശ്രമത്തിന്റെ ഫലമായി 2 ദശാബ്ദത്തിന് മുന്നേ ഈ സ്ഥലം കണ്ടെത്തുകയും അതിനുശേഷമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നാം ഇന്നിവിടെ ഈ രീതിയിൽ ഇപ്പോൾ ആയിട്ടുള്ളത്. ഇതിന് പിന്നിൽ ത്യാഗോജ്വലമായ ആത്മാർത്ഥമായ പരിശ്രമിച്ച ധാരാളം കുടുംബാംഗങ്ങൾ ഉണ്ട്. അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ്. അവരെയൊക്കെ നമിച്ചുകൊണ്ട് അവർ ചെയ്ത സേവനങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്കിന്ന് ഈ കുടുംബ സംഘം ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി, ഈ കുടുംബ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആദരണീയ ഡോക്ടർ കെ സുബ്രഹ്മണ്യൻ അവർ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വിക്രമരാജൻ അവർ, വിശദമായ രീതിയിലുള്ള ക്ഷേത്ര സംബന്ധമായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ശ്രീ ഇ നാരായണൻ അവർ, അതുപോലെ ആശംസാ പ്രസംഗം നടത്തുന്ന പി എം ഗണേഷ് കുമാർ, ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ഇ ചന്ദ്രൻ, നിന്ന് പ്രകാശിപ്പിക്കുന്ന ശ്രീ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ പി വി രാജൻ, നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഈ കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന പോലെ ധാരാളം രീതിയിലുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കാണാം, നമ്മൾ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ വിജയദശമി നാളിലാണ് നമ്മൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് ശ്രീ ഗുരുദേവ ഗ്രന്ഥാലയം എന്ന ഒരു ഗ്രന്ഥാലയം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള അമൂല്യമായിട്ടുള്ള ധാരാളം 1000-ലേറെ പുസ്തകങ്ങൾ നമുക്കതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കോൽക്കളി സംഘമുണ്ട്. നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിലും ഈ ഗുരുദേവ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കോൽക്കളി സംഘം കോൽക്കളി കളിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം, മാതൃസമിതിയുടെയും ഭക്തജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സർവോപരി നാട്ടിലെ എല്ലാവരുടെയും സകല സർവകലാശാലയുടെ മുൻ രജിസ്ട്രാർ, ക്ഷേത്രകലാ അക്കാദമിയുടെ മുൻ ചെയർമാൻ എന്നീ നിലകളിലൊക്കെ സമാജാജ്ഞനായ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവர்களാണ് നമ്മൾക്ക് ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചത്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും നമ്മളുമായിട്ട് സ്നേഹ സൗഹൃദം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ ഈ കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ ചേർന്ന ആദരണീയായ സാറ്, എടക്കണമ്പേത്ത് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ എത്തിയ എല്ലാ പൗരാവലികൾക്കും വേണ്ടിയും സ്നേഹാദരങ്ങളോടെയും സഹർഷം സ്വാഗതം ചെയ്യും. അതുപോലെ ഞാൻ പ്രത്യേകിച്ച് പേര് പറയാണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പൗരവ്യവസ്ഥകളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. സമയക്കുറവ് ഞാൻ അവരൊക്കെ പ്രത്യേകം പറയാറുണ്ട്. എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി ഈ കുടുംബ സംഗമത്തിലേക്ക് വിനയപ്രസനം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ മാതൃസമിതി പ്രവർത്തകർ, ഗുരുദേവ ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനം, പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹാദരപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി വിക്രമരാജൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ദിവസം കുടുംബാംഗങ്ങൾക്കുള്ളതാണ്. കാരണം വർഷത്തിലൊരിക്കലാണ് നമ്മളെ കുടുംബ സംഗമം ചെയ്യുന്നത്. ഈ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അതൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ചുമതല കുടുംബാംഗങ്ങൾക്കാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ വേദിയിലെത്തി നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സംഗമം അല്പം മുമ്പേ നടത്താൻ ഉദ്ദേശിച്ചതായതെങ്കിലും ഈ ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഇത്ര നീണ്ടുപോയത്. അതിൻ്റെ ദുരിതഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ചൂടുകൊണ്ടിരിക്കാൻ വയ്യ, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ബുദ്ധിമുട്ടിനിടയിലും ഇത്രയും ദൂരെ നിങ്ങളിവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങളോട് അഗൈതമായ നന്ദിയുണ്ട്. ആയതിനാൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തി. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാം, കോളേജ് അധ്യാപകനാണ്, സംസ്കൃത പണ്ഡിതനാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ രജിസ്ട്രാറാണ്, പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്, മുൻ ക്ഷേത്രകലാ അക്കാദമി ചെയർമാനാണ്. എന്തുകൊണ്ടും വളരെ വിശേഷപ്പെട്ട വ്യക്തിത്വമുള്ള ഒരു ആളെയാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടകനായിട്ട് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ആ ചടങ്ങ് ഇവിടെ നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ സഭയെ ക്ഷണിച്ചുകൊള്ളാം. യാദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ദേവീക്ഷേത്ര സന്നിധികൾ ദേവീ ഭാഗവതത്തിനകത്ത് ഈ ദേവിയുടെ മഹത്വം പറയുന്നതാണ്. യാ ദേവി, ഏതൊരു ദേവിയാണോ സർവഭൂതേഷു, സർവഭൂതങ്ങളുടെയും, ഭൂതം എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന, ചലിക്കുന്നതും ചലിക്കാത്തതുമായ മനുഷ്യരും പശുപക്ഷി മൃഗാദികളും പ്രകൃതിയിലെ സസ്യലതാദികളും വൃക്ഷങ്ങളും ഒക്കെ അടങ്ങുന്നതാണ്. സംസ്ഥിത, ഏതൊരു ഐശ്വര്യ ദേവിയുടെ അംശമാണ് നമ്മുടെ അകത്തൊക്കെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്തസ്യൈ 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 നമോ നമഃ, അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ആ ദേവിക്ക് നമസ്കാരം, ആ ദേവിക്ക് നമസ്കാരം, ആ ദേവിക്ക് നമസ്കാരം. ആദി പരാശക്തിയെയാണ് നമ്മളിവിടെ സ്മരിക്കുന്നത്. ആദിപരാശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയിൽ നിന്നാണ്
മറ്റ് ദേവീദേവന്മാരൊക്കെ ഉണ്ടായത് എന്നൊരു സങ്കല്പമുണ്ട്. തെയ്യം കെട്ടിയാടുമ്പോൾ താൽപര്യദേവത എന്ന് പറയാറുണ്ട്. ഈ താൽപര്യദേവതാ സങ്കല്പം ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ഒരു മുത്തശ്ശി, മുതുമുത്തശ്ശിയായിട്ടുള്ള ഒരു സങ്കല്പമാണ് താൽപര്യദേവതയ്ക്കകത്ത് കിടക്കുന്നത്. എടക്കണമ്പേത്ത് ദേവീക്ഷേത്രം, ഭഗവതി ക്ഷേത്രം എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു മാസം മുൻപാണ് ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യാമെന്ന് അയച്ചത്. ഇടപെട്ടൽ സംഭവിക്കുമ്പോൾ അവിടേക്ക് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ക്ഷേത്രത്തെ, ഒരു ആരാധനാലയത്തെ 340 തെയ്യങ്ങളാടി നിന്നിരുന്ന പ്രദേശമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കൊണ്ട് പറയുന്നത്. 340, അതായത് 39. അപ്പോൾ ഇപ്പോൾ ഇവിടെ 4 സ്ഥാനങ്ങളാണ്. ഇവിടെ പ്രാർത്ഥനയിൽ ആദ്യം ഗുരുവിനെയാണ് പ്രാർത്ഥിച്ചത്. ആ ഒരു ഗുരുവിൻ്റെ, ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനപ്പുറമൊന്നുമില്ല. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. ഗുരു എന്ന് പറഞ്ഞാൽ നിരോധനം എന്നാണ്. നിരോധിക്കുക, പ്രതിരോധിക്കുക, തടയുക. അപ്പൊ ഇരുട്ടിനെ നിരോധിക്കുകയാണ്. ഇരുട്ടിനെ നിരോധിച്ച് പ്രകാശത്തോട് നേരത്തെ 5 തിരിയിട്ട ദീപം കത്തിച്ചമാര് പ്രകാശം കത്തിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗുരുകാരണന്മാർ, അവിടെയും ഗുരുവുണ്ട്, ഗുരുകാരണന്മാർ ചെയ്തു വെച്ച ഒരു സേവനത്തിന്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ദേവീക്ഷേത്രം. അപ്പോൾ ആ ദേവീക്ഷേത്രത്തെ പടുത്തുയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെയൊക്കെ സഹായ സഹകരണത്തോടുകൂടി നടന്നു വരുന്നത്. ക്ഷേത്രങ്ങൾക്കകത്തും വേദങ്ങൾക്കകത്തും നമ്മുടെ പുരാണങ്ങൾക്കകത്തും പിന്നീടുണ്ടായ സാഹിത്യകൃതികൾക്കകത്തും ഒക്കെ പ്രതിപാദിക്കും. അപ്പൊ ശിവന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സതീദേവിയുടെ ദേഹവിയോഗത്തോടുകൂടി ഇനി കുടുംബജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് ഹിമാലയത്തിന്റെ ഏതോ ഗഹനമായ ഗുഹയ്ക്കകത്ത് പോയി തപസ് ചെയ്യാൻ പോയ ശിവനെയാണ് ശ്രീപാർവതി. അങ്ങനെ വിട്ടുകൂട എന്നൊരു സമർപ്പണമായ മനസ്സോട് കൂടിയിട്ട് തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ കർമ്മപത്നിയായിട്ട് തീരുകയും ഇങ്ങോട്ട് ഞാൻ നിന്റെ ദാസനാണെന്നാണ് ശിവൻ പറയുന്നത്. അത്യപ്രവൃത്തി അനവതാന്തി തവാസ്മി ദാസ. അപ്പൊ ചില പുരുഷന്മാർക്കൊന്നും അങ്ങനെ ദാസനൊക്കെ ആയാൽ ശരിയാവും. ദാസി അവകയാവേണ്ടത്, ഞാൻ സ്വാമിയാവേണ്ടത്, അതൊന്നും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകാറുണ്ട്. 2 രീതിയും സമന്മാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ മഹാശിവനാണ് പാർവതിയോട് പറയുന്നത്, ഇന്നേ മുതൽ കൈ ഭവതിക്കു ദാസൻ. ദാസൻ വന്നാൽ ഭവതിയുടെ തലയ്ക്ക് മീതെ ചവിട്ടാൻ ഞാൻ ഒരിക്കലും തയ്യാറാകില്ല. നമ്മൾ എപ്പോഴും സുഹൃത്തുക്കളായിക്കൊണ്ട് അന്യോന്യം കൈപിടിച്ചുകൊണ്ട് ജീവിതം. അങ്ങനെയാണ് കുമാരനുണ്ടായത്. ഈ കുമാരനുണ്ടായാൽ മാത്രമേ ദേവന്മാരെ വെപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന താരകാസുരൻ തുടങ്ങിയ അസുരന്മാരെയൊക്കെ ഒരു മുക്കിലിരുത്താൻ വേണ്ടി പറ്റൂ. അങ്ങനെ ദേവസേനാപതി ഉണ്ടാകണം. ദേവസേനാപതി ഉണ്ടാകണമെന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടാണ് പാർവതി പരമേശ്വരന്മാര് ഉദ്ദേശിച്ചത്. ആ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹവും അതിന് മുൻപത്തെ തപസ്സുമൊക്കെ വിവരിക്കുന്ന മഹാകാവ്യം സംസ്കൃത ഭാഷയിലുണ്ടായിട്ടുണ്ട്. എന്ത് വന്നാലും അങ്ങയുടെ കൂടെ ഞാൻ വന്നേ ഇരിക്കൂ. അതാണ് സ്ത്രീകൾ ദുർഗയായിട്ട് മഹാദേവിയായിട്ട് എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയുടെ കൂടെ എന്തും സഹിക്കാൻ, കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ വലിയ കഥയാണ് പറയുന്നത്. ഒന്നും പറയാൻ നമുക്ക് സമയമില്ല. അവിടെ അതാണ് വേണ്ടത്. കൊണ്ടുപോയി സ്വർണ്ണത്തിലേക്ക് കൊണ്ടുവച്ചേക്ക വേണ്ടത്. ഞങ്ങൾക്ക് ഒരു നല്ല ശുദ്ധമായ ഒരു പാത്രം നീരോ ഏതെങ്കിലും വീട്ടിലുണ്ടായ ഏതെങ്കിലും മാങ്ങയോ പേരക്കയോ എന്താ പക്രിയാ പ്രവർത്തില്ല. ഈ യഥാർത്ഥമായ ശിക്ഷാകുന്നത് ഭഗവത്ഗീതയ്ക്കകത്ത് കൃഷ്ണൻ തന്നെ അധ്യയനം പറഞ്ഞത്. എന്താണ് കൂട്ടായ്മയുടെ, കുടുംബസംഘത്തിന്റെ കൂട്ടായ്മയിലേക്ക് അറിയാം. അതുണ്ടെങ്കിൽ മാത്രമേ അർജുന നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. അത് കാരണം ഈ ഒറ്റയാരായിട്ട് നടന്നാൽ, 6 ഒറ്റയാന്മാരായിട്ട് നടന്നാൽ അവർക്ക് ജീവിതത്തിൽ എന്നാൽ ശ്രീകൃഷ്ണൻ, അർജുനന്,
ഭഗവത്ഗീതയ്ക്കകത്ത് വായിക്കുന്നവരാണെങ്കിൽ അത് വായിക്കാം. 3-ാം അധ്യായം 10-ാമത്തെ 12-ാമത്തെ ശ്ലോകങ്ങൾ പ്രൊഡക്റ്റ് നമ്പറിൽ വ്യത്യാസവും എല്ലാവരും മഴ വലിയുള്ളതും വിക്രമരാജനും പറഞ്ഞു, ഗണേശനും പറഞ്ഞു, അങ്ങനത്തെ സ്വാഗതം ശ്രീകാന്തം കഴിഞ്ഞ വിജയലക്ഷ്മി എന്തായാലും കുറഞ്ഞൊന്നും കാര്യമില്ല. ആൾക്കാരെ എടുത്തിട്ട് വായിക്കണം. അത് കൊടുക്കാനുള്ള പ്രയോജനമുണ്ടാകും. ലൈബ്രറി ബോക്സിൻ്റെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി അപ്പോൾ കുറച്ചൊക്കെ സമയം കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർ ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾക്ക് കഥകൾ വായിച്ചു കൊടുക്കുക. അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ തോന്നി ജീവിതം മൈക്രോസുമായി തോന്നിക്കൊണ്ടിരിക്കുക, കല്യാണം വീട്ടിൽ പോയാലും തോന്നിക്കൊണ്ടിരിക്കുക. വലിയ ആൾക്കാർ തോന്നി ഞാൻ മടുത്തു. അതാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ തോന്നിക്കൊണ്ടിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ വിശ്വസിക്കുന്നതിന് വേണ്ടി അതാണ് ശ്രീനാരായണ വിദ്യ കൊണ്ട് കൈകൂട്ടിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഇവിടെയുള്ള പരിപാടികളൊക്കെ സദാ കാലത്തും കൃത്യമായി രേഖപ്പെടുത്തി പൊതുജനങ്ങൾക്ക് അറിയിക്കുന്ന ചാനൽ പ്രവർത്തകൻ മിസ്റ്റർ രത്നാകരൻ മുണ്ടേരിയും നമ്മുടെ നാട്ടുകാരൻ തന്നെയായ മറ്റൊരു യൂട്യൂബ് ചാനൽ പ്രവർത്തകനായ നിജിം എന്ന ഈ 2 വ്യക്തികളെ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്കുള്ള മൊമെന്റോ ഉദ്ഘാടകനായ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവർ നൽകുന്നതായിരിക്കും. അതിനായി ആദ്യമായി നിജിമിനെ വിളിച്ചുകൊള്ളുന്നു. ചങ്ങായിമാരെ, നിങ്ങളെല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. രത്നാരായണൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് മൊമെൻ്റ് വരുന്ന വീഡിയോ കൂടി എടുത്തിരുന്നു. അത് ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ അവർ ഇട്ടിട്ടില്ല കേട്ടാ. പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ രത്നാരായണൻ്റെ വീഡിയോ എന്തായാലും ഇടും. അത് ഇടുന്നതിൽ എനിക്കും കണക്കിടില്ല. ചിലപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് രത്നാരായണൻ വരേണ്ട ഒരു ദിവസം വരും എന്നെൻ്റെ മനസ്സ് പറയുന്നു. സഹോദരന്മാരെ, കുടുംബങ്ങൾ, നമ്മളിന്ന് കാണുന്ന ഈ ക്ഷേത്രം ഏകദേശം ഒരു 100 വർഷം മുമ്പ് ഇവിടെ എല്ലാം തകർന്ന് ചരിത്രമായൊരു സ്ഥിതിയിലായിരുന്നു. കൃത്യമായ കണക്ക് അറിയുന്ന ആരും ജീവിച്ചിരിപ്പില്ല എന്ന് നമ്മുടെ അന്വേഷണത്തിൽ അന്ന് മുതലേ നമുക്ക് മനസ്സിലായത്. ഇവിടെ പുനരുദ്ധാരണം തുടങ്ങിയ ഏകദേശം 20 വർഷമായി. നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിച്ച് കിടക്കുന്നതാണ് ഞങ്ങളെ ഈ തറവാട്ടിലെ ആളുകൾ. 400 കൂടുതൽ ആളുകൾക്ക് ഞങ്ങൾ ഇവിടുന്ന് കത്തയക്കുന്നുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്ത് 400 കൂടുതൽ ആളുകൾ. ഞങ്ങളുടെ മൊബൈൽ വാട്സപ്പ് ഗ്രൂപ്പിൽ 500 ആളുകളുണ്ട്. അപ്പോൾ പുതുതായി പല കുടുംബക്കാരുടെ അന്വേഷിച്ച് ഞങ്ങൾ തറവാട് കൂടിയാണ് എന്നുള്ള നിലയിൽ അന്വേഷിച്ച് ഇപ്പോഴും ഇവിടെ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. നിങ്ങൾ പുതിയ കുടുംബക്കാർ ഏകദേശം 2 കൊല്ലം 3 കൊല്ലം മുമ്പ് തന്നെ ഇവിടെ വന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ ചരിത്രം ഏകദേശം ചരിത്രം അറിയുന്ന കുറച്ച് ആൾക്കാരേ ഉണ്ട്. ആദ്യം അത് തുടങ്ങാൻ നമുക്ക് 60 സെന്റ് സ്ഥലം ഗോപാലൻ കിഴക്കാടുള്ള ഒരു നാടുവാട്ടിൽ വിൽക്കലാണ്. നാടുവാട്ടിൽ നമ്മളെ കുടുംബക്കാരനല്ല. നാടുവാട്ടിനടുത്ത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ ആ സമയത്ത് ഞങ്ങൾ നാടുവാട്ടിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നാടുവാട്ടൻ 33 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് ക്ഷേത്രത്തിന് കുടുംബത്തിൽപ്പെടാതെ പുറമെയുള്ള പ്രേപാടനാണ് 5.5 സെന്റ് സ്ഥലം സംഭാവന വന്നിട്ടുള്ളത്. എന്നാൽ കുളം കുഴിക്കാൻ ഉള്ളൊരു തടസ്സമില്ല. നമുക്ക് ഈ 5.5 സെന്റ് സ്ഥലത്ത് കുളം കുഴിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കണം, അതിൻ്റെ പണികളും അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും കെട്ടും 5 സെന്റ് പോരുന്നു.
ഞങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു, ഒരു 10 സെന്റിലെങ്കിലും കുളം ഉണ്ടാവും. ആ കുളം കുഴിച്ച് കഴിഞ്ഞ് ഈ നാട്ടിലുള്ള പിന്നെ പുതിയ തലമുറക്ക് നീന്തം പിടിക്കാനും മറ്റുമല്ലാതെ ഉപകരിക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അതിന്റെ പരിസരത്തുള്ള ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ പണം തന്നിട്ടായാലും സൗജന്യമായാലും നിങ്ങൾ അതിനുള്ള ആവശ്യമായൊരു ഭൂമി തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാധിക്കുന്ന തോന്നുന്നത്. അതുകൊണ്ട് അത് കുളത്തിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കാറുണ്ട്. ഇതിന്റെ തറവാട്ടുകാർ കൂടാളീശ്വരനോട് ശരിക്കും യുദ്ധം ചെയ്ത മല്ലന്മാരാണ്. 50 ഏക്കർ ഭൂമിയുണ്ട്. അതുപോലെ തന്നെ 140 തെയ്യം കഴിച്ചൊരു തറവാടാണിത് എന്നെല്ലാം പറഞ്ഞതിന്റെ ഭാഗമായി അങ്ങനെയെല്ലാം ആലോചിച്ചു. ഒരു പുനഃപ്രതിഷ്ഠ നടന്നു. അങ്ങനെ ഇവിടെ രാശി വെച്ചു. 2 ജ്യോത്സ്യർ വന്നു. തന്ത്രി അടക്കം ജ്യോത്സ്യന്മാരാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പരിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു തീയക്കോലം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ആശയം വന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രശ്നം വെച്ചു, നടയപ്രശ്നം. അങ്ങനെ നടയപ്രശ്നത്തിന് പല ദൈവത്തിന്റെ പേരും പറഞ്ഞതിന് ശേഷം വയനാട്ട് കുലവരുടെ ഒരു പേര് പറഞ്ഞാൽ അതാണ് വളരെ ഉത്തമത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് വയനാട്ട് കുലവന്റെ ഒരു ക്ഷേത്രം പിന്നെ കെട്ടിയാടിക്കലും തുടങ്ങിയത്. ഇതുകൂടി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഈ ഘടനയും കാര്യങ്ങളും ആകെ ഒന്ന് മാറും. അത് അത് രാശിപ്രകാരം നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളിവിടെ ഒന്നും ചെയ്യലില്ല. ഈ പ്രശ്നം വെക്കുന്ന അവരുടെ പറയാം, നിങ്ങൾ കണ്ടമാനം പ്രശ്നം വെക്കരുത്. കണ്ടമാനം പ്രശ്നം വെച്ചാൽ പ്രശ്നമായിരിക്കും. ഒരു ആലോചനയും ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു വായനശാല, ഒരു ഗുരുദേവ ഗ്രന്ഥാലയം എന്നുള്ള നിലയിൽ ഒരു വായനശാല ആരംഭിക്കാമെന്ന് കണ്ടത്. അത് നോക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ പ്രവർത്തനം 1200ഓളം പുസ്തകങ്ങളെ പെട്ടെന്ന് സ്വരൂപിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിന് വളരെ വിലപിടിപ്പുള്ളത് പുരാതനമായ ഗ്രന്ഥങ്ങൾ അടക്കമുണ്ടതില്ല. വേഗം തന്നെ സർക്കാരിൽ അപേക്ഷ കൊടുത്തു. സർക്കാർ അതിന് രജിസ്ട്രേഷൻ തന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനൊരു ലൈബ്രറി വെച്ചു. ഈ കുടുംബ സംഗമം കഴിഞ്ഞതിന് ശേഷം വലിയ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആദ്യം തന്നെ അവർക്ക് ഒരു നാടൻ കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ പ്രദേശത്തുള്ള സ്ത്രീകളെയും കുട്ടികളെയും സംഘടിപ്പിച്ചിട്ട് കോഴിക്കളി പരിശീലിപ്പിച്ചു. ഏകദേശം 13ഓളം സ്ഥലത്ത് അവർക്ക് ഓർഡർ കിട്ടി. 13ഓളം സ്ഥലത്ത് അവർ പോയിട്ട് സ്റ്റേജ് ചെയ്യും. മോശമില്ലാത്ത പരിപാടിയാണ്. ഇനി അങ്ങോട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ജീവകാരുടെ പ്രവർത്തനത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. അതെങ്ങനെയല്ല, അതെല്ലാം കുടുംബസംഗമത്തിൽ ഇതുകൂടി റിപ്പോർട്ട് ചെയ്ത് അവരെല്ലാം അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് സംഘടിപ്പിക്കണമെന്നും. അങ്ങനെ പലതരത്തിൽ പ്രയാസങ്ങളും കാര്യങ്ങളും അനുഭവിക്കുന്ന കുടുംബക്കാരുണ്ട് പലതരത്തിലും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്യോഗം കൊടുക്കുന്നത് അത് വലിയൊരു ലക്ഷ്യത്തിന്റെ ഒരു ഗുണമായിട്ട് കാണും. ഏതെല്ലാം തരത്തിലൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ളത് ആലോചിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഇതിലും നിങ്ങളൊരു ഇടപെടൽ ഉണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാം. ചങ്ങായിമാരെ, ഇതാണ് നമ്മളെ പ്രതീക്ഷട്ടെ. ചിരിക്കുക കുറച്ചേക്ക്. അല്ല, ഇതിന്റെ പേരെന്തീനോ? ഇത് നമ്മളെ ഫസാട്ടിലെ മോനെ അനുദേവാ. ഓ, ഏട്ടനെ അറിയാപ്പ. നിങ്ങളെ കട്ടി മുന്നേ ഏട്ടനെ ഞാൻ പരിചയപ്പെട്ടു. ഏട്ടൻ നമ്മളെ നാട്ടിൽ നിന്നാണ് പണ്ട് കളിച്ചു വളർന്നു. ഇവരെ എടുത്തില്ല അതിൻ്റെ പരാതി കേട്ടാ. എല്ലായിടത്തും നമ്മൾ പുരുഷന്മാരാണ് വിളമ്പലി, അതിലെ ആണുങ്ങൾ. ഇവിടെ എല്ലാം സ്ത്രീകളാണ്ടാ. അവരെ ശക്തി വേണ്ട. ആ, രാശേട്ടൻ അതിൻ്റെ അടുക്ക് കയറി നിന്നിട്ട് വെറുതെ തന്നെയാണ് വിളമ്പാനല്ല. എന്നാ പ്രധാന ഇങ്ങോട്ട് നോക്കി നിങ്ങള്. കേട്ടോ, മോളോട് ചോദിച്ചു നോക്കാലോ. മോളെ എന്തുണ്ട്? ചേറും കറിയല്ല, രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? പറ. ഉണ്ട്, അടിപൊളിയാ.
എന്നാ അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടെ? പറഞ്ഞോ എന്താ ഇഷ്ടപ്പെട്ട? അല്ല ഇതിൽ ഇഷ്ടപ്പെട്ടെന്നാ? കറീനകത്ത് ഇഷ്ടപ്പെട്ടെന്നാ? തിന്നോ? അങ്ങനെ മാറി ഇവരാ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ എന്തുണ്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞല്ല ആക്കിയിട്ട് പപ്പടം പാടില്ല. ആ സാമ്പാറിനെല്ലാം മണം അടിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. തിന്നിട്ടില്ല, തിന്നാണ്ട് തന്നെ മനസ്സിലാകുന്നു. എന്തെല്ലാം ആക്കിയ കറികൾ ഇന്നിടാ? ഇന്നാണ് സാമ്പാർ, ഇഞ്ചിക്കറി, പിന്നെ കൂട്ടുകറി, അവിയൽ, ഓലൻ, വറവ്, പിന്നെ പപ്പടം. അടിപൊളി തന്നെ. ചങ്ങായിമാരെ ഏതായാലും ഇവിടെ വന്നല്ലേ, കുറച്ച് വെള്ളി കൊടുക്കാൻ മേടിക്കാൻ പാടും. ഇവിടുന്ന് കുറച്ചു നേരം ഭക്ഷണം കൊള്ളുന്ന ഭാഗ്യമുണ്ട്. എല്ലാം ജീവിതത്തിൽ വിചാരിക്കാണ്ട് കിട്ടുന്നതാണ്. നമ്മളെ ചങ്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഗായകൻ നിവേദ് ഒക്കെ കഴിക്കണ്ടേ? എന്നാലും ഇന്ന് ശരിക്കും കാണും. ഇന്നലെ പൊളിച്ച കണ്ടിട്ടില്ലേ? അതാണ്. അപ്പോൾ ചങ്ങായി പറയാം, നമ്മൾ ലേശം ഭക്ഷണം കഴിക്കട്ടെ. ചങ്ങായി പറയാം, നമ്മളെ വിളമ്പക്കാരെല്ലാം ചോറ് തിന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് ആക്കുന്നതിലും കണ്ടിന് അത് കണ്ടിട്ട് അല്ല ഒരാളെങ്കിലും ജയിക്കണ്ടേ? ഐസോളിന്റെ കളികൾക്ക് ഒരാളെങ്കിലും ജയിക്കണ്ടേ? ആ ജയിക്കുന്നവരെ എടുക്കാൻ കഴിയണ്ടേ? എന്നാലും കുറെ സമയം ഒരാൾ ജയിക്കും. എന്തുണ്ട് ഇത് പറ. സൂപ്പറായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നല്ല സദ്യ അല്ല കണ്ട് ഞാൻ കഴിക്കുകയും ചെയ്തു. സൂപ്പർ, എല്ലാ സാധനം അടിപൊളി. ചന്ദ്രാട്ടന്റെ പ്രത്യേകം ഓരെ കണ്ടില്ല, ഓരെ കാണണം. അല്ലല്ല ഓരെ വിശദമായിട്ട് കാണും. ഒരു ചോറ് തിന്നുണ്ടാ ഞാൻ കാണാതെ. ശശിയേട്ടാ നിങ്ങളെന്നാ തേക്കല്? അല്ല നിങ്ങള് ഗ്ലാമർ കൂടിക്കൂടി വരുന്നുണ്ട്. അല്ല പറഞ്ഞ നമുക്ക് നമ്മളെ പോലത്തെ ആൾക്കാർക്കും പഠിച്ചാലല്ലേ? എന്നാ വേണ്ട കൈ കഴിയാൻ വേക്കില് ഇവിടെ വരുത്തേ ഇല്ലെന്നല്ലേ? അപ്പൊ ചങ്ങായിമാരെ നമ്മളെ പിള്ളേരും വലിയാളി നീ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ്? എല്ലാരും ഇവിടെ ഡാൻസ് പഠിപ്പിച്ചു. അവരെങ്ങനെ വേഗം പഠിച്ചിനാ? ബുദ്ധിമുട്ടിനാ പഠിപ്പിക്കാൻ? അതെയാ? വലിയാളെയോ? അതെയാ? നീ ആൺകുട്ടികൾ പഠിപ്പിക്കുന്നുണ്ടാ? അതെയാ? അടുത്ത പിന്നെ വാർഷികത്തിന് അല്ലല്ല അടുത്ത വാർഷികത്തിന് നമ്മളെ ആടെയുള്ള പിള്ളേരെ കൊണ്ട് ഒരു ഒപ്പന പഠിപ്പിക്കണം കേട്ടോ, ആൺകുട്ടികളെ കൊണ്ട്. അപ്പോൾ ഡാൻസ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടാ ഇന്നലത്തെ. സൂപ്പറായിരുന്നു എല്ലാവരും. പക്ഷേ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി ഞാൻ വലിയവരെ. അടുത്തതിന് 2 പഠിപ്പിക്കണേ. അപ്പോൾ താങ്ക് യു. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇതുവരെ ബുദ്ധിമുട്ടിച്ച്. കാണാനാണ്
ഒരു സാധനം ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് അല്ലേ? എല്ലാ സാധനം വെള്ളം അടക്കം ഇങ്ങനെ പക്ഷേ എല്ലാവർക്കും അങ്ങനെ അല്ല എന്നാലേ നമ്മൾ ഇപ്പൊ നാളെ ഇപ്പൊ കണ്ടാട്ടായാലും നിങ്ങളായാലും അയാളെ മോശം അങ്ങനെയാ നമുക്ക് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നതും അങ്ങനെയാണ് എന്നെ ഒരാളുടെ കൊണ്ടുവന്നത് ആൾക്കാർ തന്നെ അത് കൊണ്ടുവന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വിഷമമായോണ്ട് വേറെ മരുവനും അങ്ങനെ നിങ്ങൾ ചോറുന്ന കഴിഞ്ഞാൽ ഞാൻ അവിടെ കാത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് കാണുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഞാൻ എല്ലാ സ്ഥലത്തും ഇവിടെ ആരും ഫാബ്രിക്കേഷൻ അടുത്തോളം അങ്ങനെ കാണാം. അപ്പോൾ എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ ഓക്കെ ഓക്കെ ചോദിക്കാം. അതിനുവേണ്ടി വന്നത് വെറുതെ വരില്ല. നിങ്ങളെ ശരിക്കുള്ള ജോലി എന്താണ്? ഞാൻ ഗൾഫിലായിരുന്നു 11 വർഷത്തോളം ഉണ്ടായിരുന്നു. ഡയറി സെയിൽസിൽ. അത് കഴിഞ്ഞ് അതിന് പോകുന്നതിന് മുന്നേ ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ ചെയ്തു. പ്രോഗ്രാമ്പത്തിനൊന്നും ഇപ്പം വന്നിട്ട് വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളിലായിട്ടാണ് വന്നത്. എല്ലാം കൂടുതലായിട്ടൊന്നും ശരിയാകുന്നില്ല. കല്യാണം പ്രായം കഴിഞ്ഞു പോയാ കല്യാണം കഴിച്ച് എന്താ വേണം? എൻ്റെ മക്കളെ അറിയാമോ? പരിപാടി അടിപൊളി സന്തോഷമല്ലോ. ഒരു ആദരവ് നാട്ടിലെ ആദ്യം അതേ കിട്ടുന്നത് ആദ്യം തീരുമാനിച്ചില്ല. പ്രവർത്തനം നല്ലൊരു നമുക്ക് വലിയൊരു നമ്മളും കൂടെ ചെയ്തു. ആയിക്കോട്ടെ. അത് നമുക്കൊരു നമ്മുടെ നാടിൽ വളർന്നു വരേണ്ട ഒരാളായിട്ട് വരട്ടെ അല്ലേ? അത് നമ്മുടെ ഉദ്ഘാടനം അങ്ങനെ പറഞ്ഞു തുടക്കമായിട്ട് ഈ ഒരു നാന്ദിയായിട്ട് പിന്നെ അതന്നെ സ്റ്റേറ്റ് സുബ്രഹ്മണ്യം അല്ല ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ തുറന്നു പോയി കാണുമ്പോഴാണല്ലോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓരോ വീഡിയോ കാണുമ്പോഴും ഒന്നിനൊന്നും മെച്ചായിട്ട് വരുന്നുണ്ട്. ഗണേശ നമ്മൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല. ഗണേശ അറിയാം? ഗണേശന്റെ ഭാര്യ സുരേഷിന്റെ സ്വന്തം പിന്നെ നമ്മളെ വീട്ടിൽ ചാനൽ ഉത്സവ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് ചങ്ങായിമാരെ അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയട്ടാ. നിവേദം എൻ്റെ കൂടെ വന്നിന്. പിന്നെ വളരെയധികം സന്തോഷമായി. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളെ ചേർത്ത് പിടിക്കുക തന്നെ അതിലും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ. സാധാരണ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ പിന്നെ നമ്മളെന്നല്ല പൊതുവേ നമ്മളെ അറിയുന്ന ആൾക്കാരെ നമ്മളെ തള്ളിപ്പറയലും കളിയാക്കലെല്ലാം ഉണ്ടാവുക. ഇതാദ്യമായിട്ട് നമുക്കൊരു അനുമോദനം കിട്ടി. അത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള എടക്കണമ്പേത്ത് അമ്പലത്തിൽ തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ നമ്മൾ പുരുഷോത്തമ മാഷ എന്നെ വിളിച്ചു പറഞ്ഞത് നമ്മളെ ഇതുപോലെയുള്ള ആളെ ചേർത്ത് പിടിക്കാനുണ്ടാവും. പിന്നെ നമ്മളിവിടെ തോറ്റു പോവുക, തളർന്നു പോവുക, അതൊന്നും എന്തായാലും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഒരുപാട് ആള് നമ്മുടെ ജീവിതത്തിലൊരു മോശം അനുഭവം ഉണ്ടായാലോ കളിയാക്കിയിട്ടുണ്ട്, കൈകൊട്ടി ചിരിച്ചിട്ടുണ്ട്. എന്താ പറയുക, കൂടെ ചേർത്ത് നിർത്തിയത് ശരിക്കും വിരലിലെണ്ണേണ്ട ആൾക്കാരെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. ഒരുപാട് ആൾക്കാർ നമ്മളെ തള്ളിപ്പറയും, നമ്മൾ നമ്മളെ വാർത്ത നിശ്ചയിക്കുന്നെല്ലാം പറഞ്ഞ് ഇതാക്കുമത്. പക്ഷെ ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മളെ ശക്തി, കരുത്ത്, ബലം. അപ്പോൾ ചങ്ങായിമാരെ നിങ്ങളും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള
നമ്മളെ ജീവിതത്തിലും നമ്മളെ സപ്പോർട്ട് എല്ലാം ആയിട്ട്. എനിക്കെന്നാ പറയാനല്ലേ? ജീവിതയാത്രയല്ലോ അല്ലേ? എന്നപ്പാ അല്ല ഈ പറഞ്ഞ പോലെ തന്നെ എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. മുന്നോട്ടേക്കും ഉയർച്ചയിലേക്ക് പോട്ടെ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയുടെ അവസാനിക്കില്ല കേട്ടാ. എടക്കണമ്പത്ത് കുടുംബസംഗമത്തിന് നമ്മൾ പോയത്. എടക്കണമ്പത്ത് കുടുംബത്തിലെ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു, ഹൃദയത്തിൽ തൊട്ടിട്ട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മളെ ചെറിയ വീഡിയോയുടെ അവസാനിക്കലാണ്. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിധി.